മമ്മൂക്കാനോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഡാഡി എന്റെ പിന്നാലെ നടന്ന് ഡാഡി പോയി. ഞാൻ അറിഞ്ഞു. മമ്മൂക്ക് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതാണ്. ആ സമയത്തും മമ്മൂക്ക പക്ഷെ എനിക്ക് എനർജി തന്നു. എടാ, നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നുമല്ല, ഇച്ചിരി കുറുമ്പുള്ള ഒരു കുട്ടി കുറുമ്പുണ്ടെന്നുള്ളൂ, അതൊന്നും മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ, നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. പിന്നെ നമ്മൾ അവരെ എതിർത്ത് തുടങ്ങും. പക്ഷെ ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ടല്ല ഇന്റർവ്യൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ദ ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. നമ്മൾ പല സമയത്തും പുള്ളിയെ വിമർശിച്ചിട്ടുണ്ട്, പുള്ളിയുടെ പല ചെയ്തികളും കണ്ടിട്ട്. പക്ഷെ ഇപ്പോ ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഈ മനുഷ്യൻ എത്രമാത്രം ചേഞ്ചായി, സംസാരത്തിലാണെങ്കിലും ആ ഇരിക്കുന്ന രീതിയിലാണെങ്കിലും ഓരോ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും കംപ്ലീറ്റ്ലി വേറൊരു മനുഷ്യനായ പോലാണ് എനിക്കത് ഫീൽ ചെയ്തത്. അദ്ദേഹം മാറ്റത്തിന്റെ പാതയിലാണ്. ആ പാതയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അച്ഛനെ പുള്ളിക്ക് നഷ്ടമായത്. ഏതാണ്ട് 55 മിനിറ്റ് നീളമുണ്ട് ഇന്റർവ്യൂല്. മനോഹരമായ ഒരു സെഷൻ. 55 മിനിറ്റ് പോയതറിഞ്ഞില്ല. ക്യൂ സ്റ്റുഡിയോയിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത്. മനീഷ് നാരായണനാണ് ഈ ഒരു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇന്റർവ്യൂ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ, അതല്ലാതെ ഒരിക്കലും ഇനി ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഭംഗി വാക്കുകൾ കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഗസ്റ്റിനെ സ്വീകരിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമില്ല. തുടങ്ങുമ്പോൾ തന്നെ ഡയറക്റ്റ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങ് സംസാരം തുടങ്ങുകയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം അവർ കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു വീഡിയോ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നല്ലൊരു ഇന്റർവ്യൂർ ആവണമെങ്കിൽ അദ്ദേഹം നല്ലൊരു ലിസണർ ആയിരിക്കണം. ഇപ്പോഴത്തെ പല ആങ്കേഴ്സിനെയും അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗസ്റ്റിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കില്ല. ശരവേഗത്തിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു നല്ല ലിസണർ ആവാൻ പലർക്കും കഴിയാറില്ല. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, പുള്ളി വളരെ കാമായിട്ട് ഇദ്ദേഹം ഷൈൻ പറയുന്ന ഓരോ കാര്യങ്ങളും പുള്ളിയുടെ കണ്ണിൽ നോക്കി കേട്ടിരുന്നു എന്നുള്ളതാണ്. അതിനൊരു ബിഗ് സല്യൂട്ട്. അത്രയും നല്ല രീതിയിൽ ആ ഒരു സെഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്തതിന്. എനിക്ക് തോന്നുന്നില്ല വേറൊരാൾക്ക് ഇത്രയും ഇതിനേക്കാൾ നല്ല രീതിയിൽ ആ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന്. നമുക്ക് എന്താണെങ്കിലും ഈ ക്യൂ സ്റ്റുഡിയോയിൽ വന്ന ആ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഈ റീഹാബിൽ പോയതിന് ശേഷം ഉണ്ടായ കുറച്ച് മാറ്റങ്ങളെ പറ്റി ഷൈൻ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. ഷൂട്ടിന് പോകുന്നു, ഒരു ശീലങ്ങളും ഇല്ല. അപ്പോ ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എൻഗേജ്ഡ് ആക്കാനായിട്ടുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നു, കളിക്കാൻ പോകുന്നു, ഗെയിംസിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞു പോകുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിലൊക്കെ ഒരുപാട് അയ്യങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും, ഫുട്ബോൾ, കബഡി, അങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം ഒത്തുകൂടി അത് വലിയൊരു രസമാണ്. അതായിരുന്നു അന്നത്തെ ലഹരി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സമരം വരുമ്പോൾ ആദ്യം ബാറ്റ് എവിടാ ബാൾ എവിടാടാ വെച്ചേക്കുന്നതാണ് ഓർക്കുന്നത്. ഏത് അയ്യത്തോട്ട് പോകണം, ആദ്യം പോയി സ്ഥലം പിടിക്കണം, അല്ലെ വേറെ പിള്ളേരൊന്ന് കളിക്കും. ഇതാണ് അതായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ലഹരി. ക്രിക്കറ്റ് കളിയും അതും ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ എത്ര കുട്ടികൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ലഹരി ഡ്രഗ്സ് ആയി മാറിയിരിക്കുകയാണ്. അന്ന് ഈ പറയുന്ന സാധനങ്ങളൊന്നും അത്ര അവൈലബിൾ ആയിരുന്നില്ല. ഇന്ന് ഭയങ്കര സുലഭമായിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കാനൊന്നും അയ്യങ്ങളില്ലാതായി. പിള്ളേർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഫോണിൽ കൂടെയായി, അല്ലെങ്കിൽ വലിബന്ധമായി, അങ്ങനെ മാറി. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. മേ ബി അതൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ ഷൈൻ തന്നെ ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇടവേളകൾ പുള്ളിക്കാരൻ പോയിട്ട് ബാക്കിയുള്ള സ്പോർട്സ് ഐറ്റംസിനകത്ത് എന്തിനകത്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. പണ്ട് ഈ എൻഗേജ്മെന്റ് എന്ന് പറയാൻ നാച്ചുറൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ടർഫാണ് നമ്മുടെ നാട്ടിൽ. ടർഫ് കൾച്ചർ ആണല്ലോ. അയ്യൊന്നും ഇല്ല, പൈസ കൊടുത്ത് 1-2 മണിക്കൂറത്തേക്ക് അവിടെ പോവാം. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ ഇവിടുന്ന് വൈകുന്നേരം ബാറ്റും ബോളും തൂക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പാതിരാത്രി ക്രിക്കറ്റും കളിയും കഴിഞ്ഞ് കണ്ടെത്തി എല്ലാം കൂടി ഇരുന്ന് സൊറയം പറഞ്ഞ, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോലെ നാരങ്ങളും കുടിച്ച് തെണ്ടിത്തിരിഞ്ഞ് വിയർത്ത് വെച്ച് വീട്ടിൽ വരും. ഇതായിരുന്നു ആ ഒരു രസമുള്ള ജീവിതം. ഇപ്പൊ ഇല്ല, സീരിയസ് ലിറ്ററലി ഇല്ല. ഇപ്പൊ എന്റെ അയ്യത്ത് ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലമില്ല. ഇനി സ്ഥലം ഉണ്ടെങ്കിലും പിള്ളേർ അവൈലബിൾ അല്ല. അതാണ് അവസ്ഥ. ഓരോരുത്തന്മാർക്ക് ഓരോ പരിപാടികളാണ്. ബാക്കി കേൾക്കാം. സംസാരം ക്ലിയർ അല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റീഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പല സമയങ്ങളിലും എനിക്കത് ക്ലിയർ അല്ലായ്മ ആളുകൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് എന്റെ കേൾവി, നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ കുമാരി മുതലാണ് കേട്ടു തുടങ്ങിയത്. കുമാരിയിൽ പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ ഇടയിലെവിടെയോ ആ ഒരു എന്റെ ധാരണ, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണയിൽ ബാക്കി എല്ലാ ക്യാരക്ടറുകളിലും അത് വന്നു തുടങ്ങുകയും പൊതുവെ എന്റെ സംസാരം ക്ലിയർ അല്ലാത്തത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത് ക്ലിയർ ആയി വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തിരിച്ചറിവിനേക്കാൾ വലിയൊരു തിരിച്ചുപിടിക്കലില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറയുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഷൈൻ ടോം ചാക്കോയുടെ ഈ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും
ഇത്രയും ഓപ്പൺ ആയിട്ട് ഏതെങ്കിലും ഒരു നടൻ വന്ന് മുൻനിരയിൽ നിൽക്കുന്ന നടൻ, ഷൈൻ ടോം ചാക്കോ മുൻനിരയിൽ നിൽക്കുന്ന നടൻ തന്നെയാണ്, വന്ന് ഇങ്ങനെ ഇത്രയും തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആവണം ഷൈൻ ഇപ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത. ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി കിട്ടുന്നത്. ആളുകൾ അത്രയും ഇദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആളുകൾ ഷൈൻ ആ ഒരു പഴയ ജീവിതത്തിലോട്ട് പോകരുത്, പുതിയൊരു മനുഷ്യനായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് ഇതുപോലെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ജൂൺ 6 അന്ന് ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് അച്ഛൻ മരിക്കുന്ന അന്നത്തെ ദിവസത്തെ പറ്റി, അന്നത്തെ ആ ഒരു ആക്സിഡന്റിനെ പറ്റി ഷൈൻ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. എനിക്ക് ഈ രാത്രി ഈ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗമായിട്ടൊന്നും അറിയില്ല. ഇടയ്ക്ക് രാത്രി ഞാൻ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. കാരണം വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിരുന്ന സിഗരറ്റ് വലി ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് തുടങ്ങിയ ശീലമാണ് ബിസ്ക്കറ്റ് കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക. അപ്പൊ ഞാൻ ബാക്കിലത്തെ സീറ്റിലൊക്കെ എടുക്കുന്നു. അപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡിയുടെ അടുത്ത് ബിസ്ക്കറ്റ് കഴിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുക, ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ട്. മമ്മി ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഈ റോട്ടിൽ കിടക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞത്. അച്ഛൻ, ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. ടിവിയിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരുത്തൻ നന്നാവാൻ തീരുമാനിച്ചപ്പോൾ ആ നന്നാവുന്ന വഴിയിൽ കട്ടയ്ക്ക് ചങ്ക് പോലെ കൂടെ നിന്ന് അച്ഛൻ ആദ്യം പോയി. ആ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം നന്നാവാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു സെക്കൻഡ് ചാൻസ് ആവണം ആ ഒരു ആക്സിഡന്റ്, തിരിച്ചറിവ് ആവണം ആ ഒരു ആക്സിഡന്റ്. റീഹാബിൽ പോയിട്ട് നന്നായി വന്ന പലരും പിന്നെയും ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഷൈൻ എന്ന് പറയുന്ന വ്യക്തി ഇനി ആ ഒരു തിരിച്ചുപോക്ക് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു യാത്രയിൽ പുള്ളിക്കുണ്ടായ നഷ്ടം അത്രയും വലുതാണ്. സ്വന്തം അച്ഛനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും ഇനി പുള്ളി ആ ഒരു പഴയ ഒരു രീതിയിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ വാർത്ത കണ്ടപ്പോൾ ഒന്ന് കുനിഞ്ഞ് ചുംബിക്കാൻ പറ്റാതെ ആ അച്ഛന്റെ ഡെഡ് ബോഡി കൊണ്ടുവെക്കുന്ന സമയത്ത് ഒന്ന് കുനിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ചുംബനം കൊടുക്കാൻ പറ്റാതെ, കൈ ഇവിടെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കാണ്, കുനിയാൻ പറ്റുന്നില്ല. അത്രയും ആ ഒരു വേദന സഹിച്ച് അച്ഛന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവിടെ പിടിച്ചു നിന്ന് കരയണ ഷൈൻ ടോം ചാക്കോന്റെ ആ ഒരു വീഡിയോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ലിറ്ററലി അത് ഭയങ്കര ഹേർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ലൈഫ് എത്ര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇന്നലെ വരെ മോന് വേണ്ടിയിട്ട് മീഡിയാസിന്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഇനി ഇല്ല എന്ന്. അത് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ. എന്നിട്ടും അന്നത്തെ ആ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷന്റെ അടിയിൽ കുറെ നാറികൾ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവൻ കാരണമാണ് അദ്ദേഹം മരിച്ചത്, ഇവൻ ഈ സാധനം അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോയി കയറ്റിയ എന്നുള്ള രീതിയിലുള്ള കമന്റ്. ഈ ഒരു ഇന്റർവ്യൂ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അന്ന് വണ്ടി ഓടിച്ചത് അനിയനാണ്, ഷൈൻ അല്ല. ഷൈൻ ഉറക്കമായിരുന്നു. ഇനിയെങ്കിലും ഇദ്ദേഹത്തെ വേട്ടയാടുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാ മനുഷ്യർക്കും നന്നാവുന്നെങ്കിൽ നന്നാവാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം. സോ ഇനി അയാളെ വേട്ടയാടാതിരിക്കാം, വിമർശിക്കാം, മാന്യമായി വിമർശിക്കാം, ഒരു തെറ്റുമില്ല. തെറ്റ് കണ്ടാൽ ഇനിയും പറയാം. പക്ഷെ വളരെ വൃത്തിയായിട്ട രീതിയിലുള്ള വിമർശനം അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ ലഹരിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് അതോടെ. ഈ ലഹരി എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ലെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂലക്കിലോ ഒരു റൂമിലോ ഇരുന്ന് ഒരു കൂട്ടാണ്. അത് നമുക്ക് പ്ലഷർ തരാം. പക്ഷെ ഈ പ്ലഷർ ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതുവഴി നമുക്ക് മാത്രം പ്ലഷറും ബാക്കിയുള്ളവർക്ക് പ്രഷറും, അവരുടെ ജീവിതം ഒന്നുമല്ലാതെയും ദുഃഖത്തിലും ടെൻസ്ഡും ആയിട്ട് മാറിയിട്ട് നമ്മൾ പ്ലഷർ അനുഭവിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരുത്തൻ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തോഷം മൊത്തം പോകും. ഇവൻ അവിടെ കടന്ന് കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ ഡെയിലി അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഈ സഹോദരങ്ങളും കാണേണ്ട ഒരു അവസ്ഥ വരും, നാട്ടുകാർ കാണേണ്ട അവസ്ഥ. മോൻ കഞ്ചാവാണ്, ആണെന്ന് നാട്ടുകാർ പറയുന്ന കേൾക്കേണ്ടി വരുന്ന അച്ഛനും അമ്മയും. കംപ്ലീറ്റ്ലി അവരുടെ സമാധാനം പോകും, സന്തോഷം പോകും. അപ്പൊ കുടുംബത്തിൽ ഒരാൾ മതി ഇത് യൂസ് ചെയ്യുന്നത്, ആ കുടുംബത്തിന്റെ കംപ്ലീറ്റ് ഇക്വിലിബ്രിയം അവിടെ നഷ്ടപ്പെടും. കുറച്ച് നാൾക്ക് മുമ്പ് എന്റെ ചേട്ടന്റെ വീടിന് ഒരുത്തൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ കയറി തൂങ്ങിയതാണ്. ഞാൻ ഈ കാര്യം ചേട്ടൻ എടുത്ത് ചോദിച്ചു, പുള്ളി പറഞ്ഞത് നന്നായടാ, ഇവനെ കൊണ്ട് ശല്യമാണ്, കുടുംബത്തിലുള്ള ഒരു രക്ഷപ്പെടും. കാര്യം ഇവൻ ഈ സാധനമൊക്കെ അടിച്ചു കയറ്റി അവരെ ദ്രോഹിക്കലാണ്, ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഇനി കുറച്ച് സമാധാനം കിട്ടും. ഇതാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു, പുള്ളിയുടെ നൈബറ ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കിതേ പറയാനുള്ളൂ. നാട്ടിലും വീട്ടിലും ഒരിടത്തും നിനക്കൊന്നും ഒരു വിലയും കാണത്തില്ല. ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോന്റെ കേസ് വന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ നാളെ 2 നല്ല പടം ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയുടെ പാസ്റ്റ് ലൈഫും കാര്യങ്ങളും എല്ലാം എല്ലാവരും മറക്കും. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകളാണ് ഈ സാധനത്തിന്റെ ഒക്കെ അടിമയാവുന്നതെങ്കിൽ ഇനി നീയൊക്കെ നന്നായി കഴിഞ്ഞാലും എന്നും ആ ഒരു പേര് കാണും. അവൻ പണ്ട് ആയിരുന്നു, അടിച്ചു കടന്നേ ആയിരുന്നു, അഞ്ചാവ് അവനെ കണ്ണാ അറിഞ്ഞുകൂടായത്, ആ ചീത്ത പേര് എന്നും അവിടെ കാണും. അത് ഒരിക്കലും മാറാനും പോകുന്നില്ല. മമ്മിയും സഹോദരിമാരും കുറച്ചും കൂടി വേറെ മാനസികാവസ്ഥയിലാണ്. നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസം കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാണ്. എന്തെങ്കിലും റിഹാബ് ഉണ്ടാക്കുന്ന ഒരു പുതിയ ലഹരി ഉണ്ട്. അതായത് ഞാൻ ഇന്നും ഒന്നും ചെയ്തില്ല, ഇന്നും എനിക്ക് സർവേ ചെയ്യാൻ പറ്റും,
പറ്റി. ഇത്രയും ദിവസം ഞാൻ സർവൈവ് ചെയ്തു. എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ, ശബ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം, സ്വഭാവത്തിൽ ഞാൻ ആരെയും അറ്റാക്ക് ചെയ്തിട്ടല്ല. ഞാനിപ്പോ കൊടുക്കുന്ന പുതിയ ഇന്റർവ്യൂകളാണെങ്കിലും ഞാൻ പഴയ ഇന്റർവ്യൂകളാണെങ്കിലും എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തന്നെ ചിലപ്പോൾ പഴയ ഇന്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ പഴയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പറ്റുന്നുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അത്ര എളുപ്പമല്ല, എന്നാൽ നശിക്കാനോ വളരെ എളുപ്പമാണ്. അത്രയും അനുഭവിക്കും. ഈ റീഹാബിലൊക്കെ പോയിട്ട് നന്നായിട്ടുള്ളവന്മാരെടുത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവനൊക്കെ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്ന്. മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റും. അത്ര ദയനീയാവസ്ഥയായിരിക്കും. പലരും ഫണ്ണിന് വേണ്ടിയായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഫണ്ണായിട്ടൊക്കെ തോന്നും, പിന്നെ ലൈഫും കൂടെ ഇതിന്റെ കൂടെ അങ്ങ് പോകും. ആദ്യം വലിയ ഫണ്ണൊന്നും കാണത്തില്ല. പിന്നെ നിന്നെ കാണുന്ന നാട്ടുകാർക്കായിരിക്കും പിന്നെ ഫൺ. പോകുന്നില്ല നോണ്ടേ കഞ്ചാവ് പോകുന്നു, കിറങ്ങി പോകുന്നു, നാട്ടുകാർക്ക് വലിയൊരു ഫണ്ണായിട്ട് തോന്നും നിന്നെ കാണുമ്പോൾ. എന്റെ ഒരു അഭിപ്രായത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കേരള സർക്കാർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ വല്ലതും ഇദ്ദേഹത്തെ പിടിച്ചാക്കണം. ഷൈനെ കളിയാക്കി പറയുന്നതല്ല. കാര്യം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തി ഇയാളാണ്. ഏറ്റുപറച്ചിലുകൾ മനുഷ്യന്മാർ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പം ഷൈനിന് ഒരു ഹ്യൂജ് സപ്പോർട്ട് വരുന്നത്. അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് വേടനെ ഈ ഒരു പച്ചല കേസ് പിടിച്ച സമയത്ത് വേടൻ മാധ്യമങ്ങളുടെ മുന്നിൽ ആദ്യം വന്ന് പറഞ്ഞത് എനിക്ക് തെറ്റു പറ്റി, ഞാൻ യൂസ് ചെയ്തിരുന്നു, ഞാൻ ഇനി യൂസ് ചെയ്യില്ല എന്ന് ഏറ്റു പറഞ്ഞു. അതുകൊണ്ടായിരിക്കണം മേ ബി പുള്ളിയുടെ സപ്പോർട്ട് ഒന്നുകൂടെ കൂടിയത്. കാര്യം ഏറ്റു പറയുന്നവരെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നും ചേർത്ത് പിടിക്കും. നിങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മൾ മാത്രമാണ് ശരിയും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചാൽ മതി. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക. എന്നാലേ നമുക്ക് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു പ്രശ്നമില്ല, നമ്മളാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ കൂടി നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. ശരിയാണ്. ഈ ഇന്റർവ്യൂ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പഴയ പുള്ളിയുടെ ഇന്റർവ്യൂ എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആങ്കേഴ്സിനൊന്നും ചോദിക്കാൻ പറ്റില്ല. പുള്ളി എന്ത് പറഞ്ഞാലും അത് ശരി എന്നുള്ള രീതിയിലാണ്. പുള്ളി പട്ടി മുട്ടയിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. സമ്മതിച്ചു കൊടുക്കുന്നതിന് വരെ പുള്ളി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് തന്നെ മടുക്കുന്ന സമയത്ത് നമ്മളെ മടുപ്പിക്കാതിരിക്കാനും ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരുന്നോടത്തിരിക്കാതെ അല്ലെങ്കിൽ കുറച്ച് കളി തമാശകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഒരുപാട് ഓവറാകുമ്പോ അത് ആദ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുകയും അരോചകമായി തോന്നുകയും ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലായിരുന്നില്ല. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ അവരെ എതിർത്ത് തുടങ്ങും. പക്ഷെ ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ടല്ല ഇന്റർവ്യൂ ഇപ്പൊ മുടുക്കനായി, ഡീസന്റ് ആയി. പുള്ളിയുടെ പഴയ ഇന്റർവ്യൂവിനകത്ത് എന്തോ ആണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയ ഒരു ഇന്റർവ്യൂ കണ്ടത് പണ്ടത്തിന്റെ. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ കാണുന്നത്. ഇപ്പം നന്നായി, നല്ല കാര്യം. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ള ആ ഒരു കാര്യത്തിൽ. പിന്നെ പുള്ളി പറയുന്നുണ്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഒരു പോസ്റ്റൊക്കെ കാണിക്കുന്നത്. എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു അതിര് വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും. പുള്ളിയുടെ പല ഇന്റർവ്യൂവും ഭയങ്കര രസമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ തുടരെ വരുന്ന എല്ലാത്തിനകത്തും ഇത് തന്നെ. അന്നേരമാണ് നമുക്ക് ഇവൻ നോർമൽ, ഇവൻ എന്താ അസുഖം എന്താണ് ആ ഒരു രീതിയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അത് പിന്നീട് കാണുമ്പോൾ കൂടിയിരിക്കുന്ന ആളുകളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന തരത്തിൽ അതൊരുമാതിരിയല്ല കാണാ സ്വഭാവം, കോമാളിയാവുന്ന അവസ്ഥ, ആളുകളെ കാണുമ്പോൾ ഇറങ്ങി ഓടുക, അങ്ങനെയൊക്കെ. ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് മമ്മൂക്കായെ പറ്റിയും ഷൈൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മമ്മൂക്ക മെസ്സേജ് അയച്ചതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. മമ്മൂക്കാനോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഡാഡി എന്റെ പിന്നാലെ നടന്ന് ഡാഡി പോയി. ഞാൻ അറിഞ്ഞു മമ്മൂക്ക് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമുള്ളൂ. ആ സമയത്തും മമ്മൂക്ക പക്ഷെ എനിക്ക് എനർജി വന്നു, എടാ നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നുമല്ല, ഇച്ചിരി കുറുമ്പുള്ള ഒരു കുറുമ്പുണ്ടെന്നുള്ളൂ, അതൊന്നും മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ, നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, നമുക്ക് ഇനിയും പടം ചെയ്യാം. ഞാൻ മമ്മൂക്കയും വേഗം നമുക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ എല്ലാം ശരിയാവും, ഒന്നിനും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നു. പിഷാരടിയും ചാക്കോച്ചനും കൂടി കാണാവുന്നപ്പോഴാണ് പിഷാരടിയാണ് വിളിച്ചു തന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു, ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതിനു മുന്നേ കേസ് ജയിച്ച സമയത്ത് മറ്റേ കൊക്കൈൻ കേസ് നമ്മള് നിരപരാധികളാണെന്ന് വാർത്ത വന്നപ്പോൾ മമ്മൂക്കയുടെ ഒരു മെസ്സേജ്, ഗോഡ് ബ്ലെസ് യു. ഞാൻ ആലോചിക്കും എങ്ങനെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ മെസ്സേജ് സെക്കൻഡായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ആളോ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കയ്ക്ക് ഒരു ഹൈ ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ. പക്ഷെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വേണ്ട സമയങ്ങളിൽ ആ ഒരു നമ്മളെ ടോപ്പ് ചെയ്യാനുള്ള പോലെ ഒരു എനർജി തരുന്ന പോലെ ഒരു മെസ്സേജ് വരും. ഒരു സ്മൈലി ആണെങ്കിൽ കൂടി അതിന് റെസ്പോൺസും വരും കറക്റ്റ് ആയിട്ട്. നമ്മൾ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിലോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും ചെയ്യും. ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് മെസ്സേജ് ആയിട്ടും വരും. അതങ്ങനെ ഒരു മനുഷ്യൻ. പുള്ളി ഇപ്പൊ സുഖം പ്രാപിച്ച് വരുന്നു തോന്നുന്നു, ന്യൂസ് ഒന്നും അറിയുന്നില്ല. വയ്യാതെ കിടക്കുമ്പോഴും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് പുള്ളിക്കുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഷൈൻ പറഞ്ഞ പോലെ പുള്ളിക്ക് മെസ്സേജ് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എന്നാലും പുള്ളി അയക്കുന്ന ഒരു
മെസ്സേജ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഇതിനെപ്പറ്റി മല്ലിക സുകുമാരൻ മറ്റേ ലൂസിഫറിന്റെ ആ ഒരു ഇഷ്യൂ വന്ന സമയത്ത് മല്ലിക സുകുമാരൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഇതുപോലൊരു മെസ്സേജ് വന്നു, അന്നേരം ഭയങ്കര സമാധാനമായി എന്നുള്ള രീതി. കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട് മനുഷ്യന്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്, മമ്മൂട്ടിയെ ഇനി ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും, സിലബസിൽ ഉൾപ്പെടുത്തി മഹാരാജാസ് കോളേജ്. നടൻ മമ്മൂട്ടി, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിലെ വനിതാ അംഗമായ ദാക്ഷായണി വേലായുധൻ എന്നിവരുടെ ഉൾപ്പെടെ ജീവിതം ഇനി മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കും. ഇവർ ഇരുവരും മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്റ്റീവായ മലയാളം സിനിമയുടെ ചരിത്രത്തിലാണ് മമ്മൂട്ടി ഇടം പിടിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മമ്മൂക്കന്റെ ബ്രഹ്മയുഗം ലണ്ടൻ ഫിലിം സ്കൂളിൽ അവരെ കാണിക്കുന്നുണ്ട്. അത് കണ്ടു പഠിക്കേണ്ട സിനിമയാണെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കണ്ടു പഠിക്കേണ്ട കുറെ ക്വാളിറ്റീസ് ഉണ്ട്. മമ്മൂക്ക തന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഒരു ദിവസം 10-70 സിഗരറ്റ് ഒക്കെ വലിക്കുന്ന എന്ന് കുറെ ട്രോളും ഒക്കെ ആയിട്ടുണ്ട്. ഈ സിഗരറ്റ് വലിക്കുന്ന, ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പോലെ അത്രയും വലിയ അപരാധം അല്ലെങ്കിലും അത് നിർത്തുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഷൈൻ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യം പുള്ളിക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല രീതിയിൽ, അല്ലേ? എന്താണെങ്കിലും എല്ലാവരും നന്നായി വരട്ടെ. മമ്മൂക്ക ആണെങ്കിലും ഷൈൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ. കൂടുതൽ ഒന്നും പറയില്ല, നല്ലൊരു ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ പോയിട്ട് ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.